ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ വിജയ് അണ്ണൻ്റെ കാര്യം വളരെ പരിതാപകര അവസ്ഥയാണ്. സീരിയസ്ലി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്യും എന്ന് വിചാരിച്ചിരുന്ന അണ്ണൻ ഇപ്പൊ ഗവൺമെന്റ് രൂപീകരിക്കാൻ പറ്റുമോ എന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ്. ഭയങ്കര ശോകം. ഇത്രയും സീറ്റ്, ഇത്രയും മെജോറിറ്റി ഒപ്പിച്ചിട്ടും ഇങ്ങനെ ഗവൺമെന്റ് രൂപീകരിച്ചാൽ തന്നെ ഇങ്ങനൊക്കെ ഒരു സ്വസ്ഥത കാണത്തില്ല. അതില്ല കയ്യലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലത്തെ ഗവൺമെന്റ് ആവാനുള്ള സാധ്യതയേ ഉള്ളൂ. കാര്യം അത്രയും ടൈറ്റാണ്. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന ഈ സമയം കൊണ്ട് തന്നെ ഈ വാർത്തകൾ, ഞാനത് പറഞ്ഞ കംപ്ലീറ്റ് വാർത്തകൾ മാറാനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിലുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആണ് ഇപ്പൊ തമിഴ്നാട് പൊളിറ്റിക്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ 5 മിനിറ്റിൽ ഓരോ ട്വിസ്റ്റ്. പുള്ളിയുടെ സിനിമയിൽ പോലും ഇത്രയും ട്വിസ്റ്റുകൾ കാണത്തില്ല. അത്രയും ട്വിസ്റ്റ്. എന്റെ പൊന്നെ, എനിക്കറിയാൻ പാടില്ല ഇതെന്താണ്. ഓരോ 5 മിനിറ്റ് നമ്മളൊന്ന് സ്ക്രോൾ ചെയ്ത് വിടുമ്പോഴത്തേക്ക് പുതിയ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ സത്യപ്രതിജ്ഞയുടെ വരുന്നു, അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ കോൺവോയ് അതുപോലെ തന്നെ സെക്യൂരിറ്റി എല്ലാം പിൻവലിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ADMKയും DMKയും തമ്മിൽ സഖ്യത്തിലാവാൻ പോകുന്നു എന്നുള്ള വാർത്ത വരുന്നു. എന്തൊക്കെ തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്, നോ ഐഡിയ. എന്താണെങ്കിലും നമുക്ക് ഈ സംഭവം കംപ്ലീറ്റ് ആയിട്ട് ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്ന് പറയാം. വിജയ് അണ്ണന് മൊത്തത്തിൽ കിട്ടിയേക്കുന്ന സീറ്റുകൾ 108ആണ്. DMKക്ക് 59, ADMKക്ക് 47. അപ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് നിലനിൽക്കുന്ന ആരാണ്? TVK ആണ്. ബാക്കിയുള്ള ചെറിയ കുറെ കക്ഷികളൊക്കെ ഉണ്ട്. ഒറ്റക്കക്ഷി ആണെങ്കിൽ പോലും 118 MLA സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഗവൺമെന്റ് ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. ടോട്ടലി 234 സീറ്റുകളാണ് തമിഴ്നാട്ടിലുള്ളത്. അതിന്റെ പകുതി +1 സീറ്റ്, അതാണ് 118 എന്ന് പറയുന്ന ആ ഒരു മാജിക് നമ്പർ. അത് തയ്ക്കാനുള്ള പെടാപ്പാടാണ് വിജയ് പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ 108 സീറ്റിനകത്ത് 2 വിജയ് ആണ് വിജയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു സ്ഥലത്ത് രാജിവെച്ചിട്ട് അടുത്ത 6 മാസത്തിനുള്ളിൽ അവിടെ ഒരു ഇലക്ഷൻ നടത്തി അവിടെ ആരെയും കണ്ടുപിടിക്കണം. അപ്പൊ 107 സ്ഥലം, 107 കഴിഞ്ഞിട്ട് പിന്നെ 11 സീറ്റിന്റെ ആവശ്യകതയും കൂടെ വിജയ്ക്കുണ്ട്. ആ സമയത്താണ് കോൺഗ്രസ് വിജയ്ക്ക് സപ്പോർട്ട് ചെയ്യാമെന്നും പറഞ്ഞു വരുന്നത്. കോൺഗ്രസിന് ഇവിടെ ഉള്ളത് INC 5 സീറ്റാണ്. ഈ 5 സീറ്റിന്റെ സപ്പോർട്ടും കൂടെ ആയി കഴിയുമ്പോഴത്തേക്ക് 107 + 5 112 സീറ്റിന്റെ സപ്പോർട്ട് വിജയ്ക്കായി. ഇനിയും കിടക്കുന്ന ഒരു 6 സീറ്റിന്റെ സപ്പോർട്ട്. ആ ഒരു 6 സീറ്റിന് വേണ്ടിയിട്ട് ഇത്രയും പാർട്ടികളുണ്ട്. ഈ ചെറിയ അടി കിടക്കുന്ന പാർട്ടിയുണ്ട്, CPI, CPM, VCK. ഈ ഏതെങ്കിലും പാർട്ടികൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ വിജയ്ക്ക് മുഖ്യമന്ത്രിയാവാൻ പറ്റത്തുള്ളൂ. ഇവരിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, സപ്പോർട്ട് ചെയ്യുന്നില്ലയോ ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓരോരുത്തർ പറയുന്നത് വെള്ളിയാഴ്ച പറയാം, വിജയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു, സ്റ്റാലിനുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. അത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇന്ന് CM ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നതാണ്. പക്ഷേ ഗവർണറെ കാണാൻ വേണ്ടിയിട്ട് വിജയ് ചെന്ന സമയത്ത് ഗവർണർ വിജയുടെ റിക്വസ്റ്റ് റിജക്ട് ചെയ്യുകയാണ് ചെയ്തത്. മന്ത്രിസഭ രൂപീകരിക്കാൻ സമ്മതിക്കില്ല, ഏതൊക്കെ MLA നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ കത്തുണ്ടെങ്കിൽ മാത്രമേ ഗവൺമെന്റ് രൂപീകരിക്കാൻ സമ്മതിക്കൂ എന്നുള്ള തരത്തിലുള്ള ഒരു കട്ടായം പിടിച്ച് നിപ്പാണ് ഗവർണർ. നമ്മുടെ കേരളത്തിന്റെ അതേ ഗവർണർ തന്നെയാണ് തമിഴ്നാടിന്റെയും ഗവർണർ രാജേന്ദ്ര അർലേക്കർ. ഇങ്ങേര് ബേസിക്കലി ഒരു BJP കാരനാണ്. BJPക്ക് ആകെ കൂടി തമിഴ്നാട്ടിൽ ഒറ്റ സീറ്റേ കിട്ടിയുള്ളൂ. അതിന്റെ ചൊറിച്ചിലായിരിക്കും പുള്ളി ഇത് കാണിക്കുന്നത്. മാത്രമല്ല BJPയെ അടുപ്പിക്കാതാണല്ലോ കോൺഗ്രസിന്റെ അടുത്ത് എന്നിട്ട് സപ്പോർട്ട് മേടിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പം ഇട്ട് വട്ടം തെറ്റിക്കുന്ന പരിപാടിയാണ് തോന്നുന്നു പുള്ളി കാട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ഗവർണർക്ക് അതിനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ്. അയാളുടെ അധികാരത്തിനകത്ത് നിന്ന് തന്നെയാണ് ഈ ഒരു കാര്യം റിജക്റ്റ് ചെയ്തത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭരണഘടനാ സംവിധാനത്തിൽ ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്ത പക്ഷം ഗവർണർക്ക് ചില വിവേചന അധികാരങ്ങളുണ്ട് എന്നും പറഞ്ഞ് പുള്ളിയുടെ ഇഷ്ടം പോലെ പുള്ളിക്ക് ഇങ്ങ് തോന്നിയ പോലെ ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. ഭരണഘടനാ ചട്ടങ്ങളും സുപ്രീം കോടതിയുടെ വിധികളും ഭൂരിപക്ഷം തെളിയിക്കുന്ന രേഖകളും വെച്ചിട്ട് മാത്രമേ ഗവർണർക്ക് അവിടെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കൂ. ഇപ്പൊ വിജയുടെ കാര്യം നോക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിജയ്ക്ക് ഒരു 6 MLA കൂടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഗവർണർക്ക് ബാക്കിയുള്ള ഈ 118 MLA സപ്പോർട്ടിംഗ് ലെറ്റർ അല്ലെങ്കിൽ ഒരു പിന്തുണ കത്ത് ആവശ്യപ്പെടാനുള്ള അധികാരം ഈ പുള്ളിക്കുണ്ട്. അതാണ് പുള്ളി ഇപ്പൊ ചെയ്തേക്കുന്നത്. കാരണം ഭരണഘടനയിൽ എവിടെയും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ, മെജോറിറ്റി ഇല്ലാത്ത ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ ക്ഷണിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗവർണർക്ക് വിജയ് എടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ TVK എടുത്ത് ചോദിക്കാം, നിങ്ങൾക്ക് 118 MLA പിന്തുണ ഉണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ അതിന്റെ രേഖകൾ ഹാജരാക്കണം. വിജയ്ക്ക് ഈ ഒരു ഭൂരിപക്ഷം തെളിയിക്കാൻ പറ്റാത്ത ഒരു അവസരം വരികയാണെങ്കിൽ ഗവർണർക്ക് കുറച്ച് ടൈം കൊടുക്കാൻ പറ്റും ആ ഒരു സാധനം തെളിയിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മറ്റു പാർട്ടികളെ അവരുടെ മെജോറിറ്റി വെച്ചിട്ട് മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കാൻ പറ്റും.
അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം ശുപാർശ ചെയ്യാൻ പറ്റും. ഗവർണർ സർക്കാർ രൂപീകരിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് വിജയ് സുപ്രീം കോടതിനെയൊക്കെ സമീപിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയൊക്കെ വരുന്നുണ്ട്. അത് പോയിട്ടും വലിയ കാര്യമുണ്ടെന്ന് തോന്നണില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ മുൾമുനയിലാണ് നിൽക്കുന്നത്. അപ്പം പുള്ളിക്ക് തന്നെ ഉറപ്പ് കാണത്തില്ല ഇവന്മാർ എപ്പോഴാണ് കാല് വാരുന്നത്, എപ്പോഴാണ് കാല് വാരാത്തതെന്ന്. ഇപ്പം നേരത്തെ കോൺഗ്രസ് രാഹുൽ ഗാന്ധി മുമ്പത്തെ ഇലക്ഷനിൽ തമിഴ്നാട്ടിൽ വന്നിട്ട് പറഞ്ഞതാണ് സ്റ്റാലിൻ എന്റെ ബ്രദർ ആണെന്ന്. ആ വീഡിയോ നിങ്ങൾ കണ്ടില്ല, എന്ന് വെച്ചുതരാം, ഒന്ന് കണ്ടുപോയിക്കോ. My brother Stalin, elder brother Stalin. I don't call any other politician brother, huh? മൈ ബ്രദർ സ്റ്റാലിൻ, എൽഡർ ബ്രദർ സ്റ്റാലിൻ, ഞാൻ മറ്റാരെയും ബ്രദർ എന്ന് വിളിക്കാറ് പോലും ഇല്ലെന്നാണ്. എന്നിട്ടാണ് സ്റ്റാലിൻ്റെ കുണ്ടിക്കടിച്ചിട്ട് വിജയ്ക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് പോയത്. അപ്പം ഇതാണ് ഗൈസ് പൊളിറ്റിക്സ്, ഇതാണ് പൊളിറ്റിക്സ്. ഇപ്പം വിജയെ നമുക്കെല്ലാം ഇഷ്ടമുണ്ടായത് കൊണ്ട് കോൺഗ്രസ് ചാടിയത് കൊണ്ട് അത് വലിയൊരു തെറ്റായിട്ട് തോന്നുന്നില്ല. പക്ഷെ വിജയ് ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ് നമ്മളെങ്കിൽ കോൺഗ്രസ് കാണിച്ചത് ശുദ്ധ തന്തയില്ലായ്മ എന്ന് വേണമെങ്കിൽ നമ്മൾ പറയും, അത് വേറെ കാര്യം. ഇങ്ങനെയൊക്കെ പറഞ്ഞ ബ്രദറാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്റ്റാലിനെ കട്ടപ്പാക്കുത്ത് കുത്തിയത്. 5 സീറ്റേ ഉള്ളെങ്കിലും 50 സീറ്റിന്റെ പവറാണ് ഇപ്പം കോൺഗ്രസിന് കിട്ടിയത്. കോൺഗ്രസിന് ഇതുവരെ അവിടെ ഒരു മന്ത്രിയെ നൽകിയിട്ടില്ല. മേ ബി വിജയ് സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ കോൺഗ്രസിന് അവിടെ ഒരു മന്ത്രിയെ നൽകേണ്ടി വരും, 1-2 മന്ത്രിമാരെ അവിടെ നൽകേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള കുറെ പ്രതിസന്ധികൾ വിജയ് ഇപ്പൊ നേരിടുന്നുണ്ട് ഈ സർക്കാർ രൂപീകരിച്ചാൽ പോലും. ഇതിൻ്റെ ഇടെ DMKയും ADMKയും തമ്മിൽ ഒരു സഖ്യം ചേർക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളൊരു വാർത്തയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഡേർട്ടി പൊളിറ്റിക്സ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഉമ്മാര് ദുഷ്മനാണ്. കണ്ണി കണ്ടു കഴിഞ്ഞാൽ വലിച്ചു കയറാൻ നിൽക്കുന്ന 2 ടീം വിജയെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് സഖ്യം ചേർന്ന് കഴിഞ്ഞാൽ അയ്യോ അതിനേക്കാളും വലിയൊരു നാറിയ രാഷ്ട്രീയം വേറെ ഇല്ല. മേ ബി അതിന് തയ്യാറാവാൻ സാധ്യത ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റാലിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രസ്താവന, ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു പ്രസ്താവന ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയെ സർക്കാർ രൂപീകരിക്കുന്ന കാര്യത്തിൽ സ്റ്റാലിൻ അവരുടെ പാർട്ടിയോ തടസ്സപ്പെടുത്തില്ല എന്നാണ് പുള്ളി പറയുന്നത്. 6 മാസത്തേക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള ശല്യങ്ങളും ഉണ്ടാവില്ല, നമ്മൾ എല്ലാം കണ്ട് ഇങ്ങനെ നിൽക്കും. ഒരു വെയിറ്റ് ആൻഡ് വാച്ച് സമീപനമായിരിക്കും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതെന്നാണ് സ്റ്റാലിൻ പറയുന്നത്. ഭയങ്കര പക്വതയായിട്ടുള്ള സംസാരമാണ്. കറക്റ്റ് ഒരു പൊളിറ്റീഷ്യൻ എങ്ങനെ ബിഹേവ് ചെയ്യണം ആ രീതിയിലാണ് പുള്ളി ഇവിടെ കളിച്ചിരിക്കുന്നത്. പുള്ളിക്കറിയാം ഇത് കടന്ന് ഇവൻ പെടാപ്പാട് പെടും, ഇവൻ പെടാപ്പാട് പെട്ട് വണ്ടാരടങ്ങിയിരിക്കുന്ന സമയത്ത് പോയി നെറുകം തലയ്ക്ക് അടിക്കാം എന്നുള്ള ഒരു സെറ്റപ്പിലാണ് പുള്ളി നിൽക്കുന്നത്. ഈ ഒരു രീതിയിലാണ് പുള്ളി സർക്കാർ രൂപീകരിക്കുന്നതെങ്കിൽ ലാസ്റ്റ് ഒരു 6 മന്ത്സിനുള്ളിൽ തന്നെ ഇതിനകത്ത് നല്ല രീതിയിൽ പൊട്ടിത്തെറികൾ നടക്കും, അന്നേരം പണി കൊടുക്കാം എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ ആ ഒരു മൈൻഡ് സെറ്റ്. ഇപ്പം കയറി അറ്റാക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ കംപ്ലീറ്റ് മൊത്തത്തിൽ ഇപ്പം എഗനിസ്റ്റ് ആയതുകൊണ്ടാണ് ഇലക്ഷനിൽ പൊട്ടി പാളീസായത്. ഇനിയും ആൾക്കാർ എഗനിസ്റ്റ് ആവും. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സാഹചര്യം നോക്കി പുള്ളി ഇരിക്കുകയാണ്. ഇപ്പൊ ഈ സ്റ്റാലിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതോടുകൂടി നമുക്ക് ഏതാണ്ട് മനസ്സിലായി എന്താണെങ്കിലും ADMK DMK തമ്മിലൊരു അലയൻസിനുള്ള സാധ്യത ഇല്ല. അപ്പം വിജയ് തന്നെ. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളിലൂടെ സ്റ്റാലിൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് എറിഞ്ഞിട്ടതാണ്, പറഞ്ഞു വെക്കുന്നതല്ല എറിഞ്ഞിട്ടതാണ്. കാര്യം സ്റ്റാലിൻ പുള്ളി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒന്ന്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് സൗജന്യമായിട്ട് കൊടുക്കുന്ന പദ്ധതി. അതുപോലെ തന്നെ കുടുംബം ഭരിക്കുന്ന അല്ലെങ്കിൽ കുടുംബനാഥകൾക്ക് പ്രതിമാസം 1000 rupees വെച്ചിട്ട് കൊടുക്കുന്ന 2 പദ്ധതികൾ. ഇത് പുതിയ സർക്കാർ വന്നു കഴിഞ്ഞാൽ പോലും എടുത്ത് കളയരുത് എന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. ഡയറക്റ്റ് പറയുന്നില്ലെങ്കിൽ പോലും ഇൻഡയറക്ട്ലി അങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. ബട്ട് വിജയിയുടെ മാനിഫെസ്റ്റോ, ഇലക്ഷൻ മാനിഫെസ്റ്റോയിലുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബനാഥകൾക്ക് 2500 രൂപയാണ് പ്രതിമാസം വിജയ് കൊടുക്കാൻ നേരിട്ടുള്ളത്. സ്റ്റാലിൻ 1000 ആണെങ്കിൽ വിജയ് 2500 രൂപ. അതും സ്റ്റാലിൻ ചോദ്യം ചെയ്യുന്നുണ്ട്. 2500 രൂപ കൊടുക്കുന്നതൊക്കെ പ്രായോഗികമാണോ? ഞങ്ങളുടെ ഒരു 1000 രൂപയെങ്കിലും നീയൊക്കെ കൊടുക്കണേടേ എന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്യാസിന്റെ കാര്യം, ഗ്യാസിന്റെ സബ്സിഡി പ്രതിവർഷം 6 ഗ്യാസ് സിലിണ്ടേഴ്സ് ഒരു വീടിന് നൽകുമെന്നുള്ള രീതിയിൽ വിജയുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിലുണ്ട്. ഇതൊക്കെ നടക്കുമോ എന്നുള്ള കാര്യത്തിലും സ്റ്റാലിൻ ചോദ്യം ചെയ്യുന്നുണ്ട്. ചെയ്തു കഴിഞ്ഞാൽ നല്ല കാര്യം എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. അപ്പം വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യന്റെ ആംഗിളിൽ കൂടാണ് പുള്ളി ഇതെല്ലാം കണ്ട് നിൽക്കുന്നത്. ആളുകളെ വെറുപ്പിക്കാത്ത രീതിയിലാണ് പുറത്തു വന്ന് സംസാരിച്ചിരിക്കുന്നത്. വിജയ് ഉണ്ടാക്കിക്കോട്ടെ, നമ്മളൊന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ മാറി നിൽക്കുകയാണ്. പക്ഷെ വിജയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഈ കൊടുത്ത വാഗ്ദാനങ്ങൾ ഏതെങ്കിലും പാലിക്കാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇടപെടും. ഇതാണ് പുള്ളിയുടെ ഒരു സ്റ്റാൻഡ്. ഞങ്ങൾ ഒരു സ്ട്രോങ് പ്രതിപക്ഷമായിട്ട് തന്നെ മുന്നിൽ ഉണ്ടാവും എന്നുള്ള ഒരു മെസ്സേജാണ് പുള്ളി അവിടെ പാസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതിന് വ്യക്തമായ കാരണങ്ങളുമുണ്ട് പുള്ളി ഇത് പറഞ്ഞതിന്റെ. ആ ഒരു ചാണക്യ തന്ത്രം നിങ്ങളിവിടെ മനസ്സിലാക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, TVKക്ക് 108 MLA-മാരാണുള്ളത്. അതിനകത്ത് 1 എണ്ണം കുറയ്ക്കേണ്ടി വരും, 2 എണ്ണം വിജയാണ്, 107. 5 എണ്ണം കോൺഗ്രസിന്റെ 112 ആവും. 118 ഉണ്ടെങ്കിൽ സർക്കാർ രൂപീകരിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 118 എണ്ണം ഉണ്ടെങ്കിൽ പോലും
പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് ഇവിടെ. സ്വാഭാവികമായും 118 വോട്ടുകൾ ആണ് ഈ ഭൂരിപക്ഷത്തിനായി ആവശ്യമുള്ളത്. അതിൽ 112 പേരുടെ പിന്തുണയുണ്ട്. അപ്പോൾ പിന്നെ 6 പേരുടെ പിന്തുണ കൂടി ലഭിച്ചാൽ ഇവിടെ 118 എന്ന സംഖ്യയിലേക്ക് എത്തുമല്ലോ എന്നതാണ് പ്രിയ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത്. എന്നാൽ ഇത് മാത്രം പോരാ എന്നതാണ്. അതായത് ഈ 118 അംഗങ്ങളിൽ ഒരാൾ തീർച്ചയായും സ്പീക്കർ എന്ന പദവിയിലേക്ക് മാറും എന്നതാണ്. സ്പീക്കർ എന്ന പദവിയിലേക്ക് വരുമ്പോൾ വീണ്ടും 117 അംഗങ്ങൾ ആയിരിക്കും TVK നേതൃത്വം നൽകുന്ന മുന്നണിയുടെ ഭാഗത്തുണ്ടാവുക. മറുഭാഗത്തും സമാനമാകുന്ന തരത്തിൽ 117 അംഗങ്ങൾ ഉണ്ടാകും. അപ്പോൾ നിർണായകമായ ചർച്ചകൾ നടക്കുന്നു. നിയമസഭയിൽ ഏതെങ്കിലും ഒരു വിഷയം വോട്ടിനിട്ട് വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ ഏറ്റവും നിർണായകമാകുന്നത് ഇഞ്ചോടിഞ്ച് ഫൈറ്റ് വരും. 117 എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തും. അപ്പോൾ ഒരു വോട്ട് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ വിജയപക്ഷത്തിന് അക്കാര്യങ്ങൾ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെയാണ് ഈ സ്പീക്കറുടെ കാസ്റ്റിംഗ് വോട്ട് എന്നത് നിർണായകമാകുന്നത് എന്നതാണ്. ഈ സ്പീക്കറിന് പക്ഷേ നിയമസഭയുടെ ചട്ടങ്ങൾ അനുസരിച്ച് എല്ലാ ഘട്ടത്തിലും വോട്ട് രേഖപ്പെടുത്താൻ പറ്റില്ല എന്നതാണ്. ചില വിഷയങ്ങളിൽ ആണ് ഗവർണർക്ക് നിർണായകമായ വോട്ട് രേഖപ്പെടുത്താൻ പറ്റുക. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, യഥാർത്ഥത്തിൽ വിജയിക്ക് ഭൂരിപക്ഷം എന്നത് മാത്രം പോരാ. അതിനപ്പുറത്ത് വളരെ കൃത്യമായി പറഞ്ഞാൽ 119 അംഗങ്ങളുടെ പിന്തുണയാണ് യഥാർത്ഥത്തിൽ വിജയിക്ക് തമിഴ്നാട്ടിൽ ആവശ്യമായി വരുന്നത്. ആ പിന്തുണയിലേക്ക് ഇനി എങ്ങനെ എത്താം എന്നതാണ്. 6 പേരുടെ പിന്തുണ ഉണ്ടെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യാം. പക്ഷെ ഒരു സമാധാനമായിട്ട് ഇച്ചിരിയെങ്കിലും സമാധാനമായിട്ട് പോകണമെങ്കിൽ 7 പേരുടെയെങ്കിലും പിന്തുണ വേണം. അതിന് എവിടുന്നൊക്കെ കിട്ടാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുവാണെങ്കിൽ 108, ഇപ്പൊ 112 എണ്ണം ആയിട്ടുണ്ട്. PMK കൊടുക്കത്തില്ല, മുസ്ലിം ലീഗ് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ളത് CPI, VCK, CPM. ഇവർക്ക് 3 പേർക്കും 2 MLA വീതമുണ്ട്. മൊത്തം 6 MLA. ഈ 112ന്റെ കൂടെ ഈ 6 ചേർന്ന് കഴിഞ്ഞാൽ 118 ആവും. വിജയ്ക്ക് സിമ്പിൾ ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാം, സർക്കാർ രൂപീകരിക്കാം. BJPക്ക് ആണെങ്കിൽ ആ കൂടിയുള്ളത് 1 MLA ആണ്. ആ 1 MLA എന്താണെങ്കിലും വിജയ് എടുക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇവരുടെ കൂടെ സഖ്യം ചേർന്ന സമയത്ത് കോൺഗ്രസ് മുന്നിട്ട് വെച്ച ഒരേ ഒരു ഉപാധി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ BJP അടുപ്പിക്കരുത്. അങ്ങനെ പറഞ്ഞില്ലെങ്കിലും വർഗീയവാദികളുടെ സപ്പോർട്ട് നേടരുത് എന്നുള്ള തരത്തിലാണ് കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത്. വിച്ച് മീൻസ് BJP അടുപ്പിക്കരുത് എന്നുള്ളതാണ് അവരുടെ ഒരു കണ്ടീഷൻ. സോ വിജയ്ക്ക് ഇനി സർക്കാർ രൂപീകരിച്ച് സത്യപ്രതിജ്ഞ ചെയ്യണമെങ്കിൽ ഈ 3 ടീമിനെ ചാക്കിട്ട് പിടിക്കണം എന്നുള്ളതാണ്. ഇത് കൂടാഞ്ഞിട്ട് ഈ ADMKയുടെ 47 MLA-മാരിൽ 10-20ഓളം MLA-മാര് വിജയിയെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള തരത്തിലുള്ള ഒരു വാർത്തയും കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 10-20 MLA-മാരെ റിസോർട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. റിസോർട്ട് പരിപാടി ഉണ്ടല്ലോ. സോ അവിടുന്നൂടെ ഒരു 2-3 MLA-മാരെയും കൂടെ പൊക്കിക്കഴിഞ്ഞാൽ വിജയ്ക്ക് സിമ്പിളായിട്ട് ഇത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നതാണ്. പക്ഷെ എന്നാൽ പോലും അവിടെയും ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ കൂറുമാറ്റ നിയമമുണ്ട്. അത് ചിലപ്പം പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത എത്രമാത്രം ഉണ്ട് എന്ന് പരിശോധിക്കേണ്ടതാണ്. ഇത്രയും ടൈറ്റ് ആയിട്ടുള്ള രീതിയിൽ മന്ത്രിസഭ രൂപീകരിച്ചാൽ പോലും വിജയ്ക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൾമുനയിലായിരിക്കും എപ്പോഴും നിൽക്കുക. അതുകൊണ്ടാണ് നേരത്തെ സ്റ്റാലിൻ പറഞ്ഞത് 6 മാസം നമ്മൾ ഇതെല്ലാം കണ്ടിങ്ങനെ നിൽക്കും, നീ വരിക്കുന്നത് എനിക്കൊന്ന് കാണണമല്ലോ. സോ അതിനെ താണ്ടി ഇത്രയും പ്രതിസന്ധികൾ താണ്ടി വിജയ്ക്ക് അവിടെ ഒരു സർക്കാർ രൂപീകരിച്ച് സ്വസ്ഥമായിട്ട് ഭരിച്ചു പോകണമെങ്കിൽ അത്രയും പണി എടുക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ വിജയ് ഗവർണറെ കാണാൻ വേണ്ടിയിട്ട് 2ാമത് മീറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. അതിന്റെ ന്യൂസോടെ വെക്കാം. അദ്ദേഹം 16 മണിക്കൂറിനിടെ 2ാം തവണയാണ് വിജയ് ഗവർണർ രാജേന്ദ്ര അർലേക്കറിന് മുന്നിൽ എത്തിയത്. അവിടെ എത്തിയ സമയത്തും ഗവർണർ ഇന്നലത്തെ അതേ നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്തത്. 118 MLA-മാരുടെ പിന്തുണയുണ്ട് എന്ന് തനിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ, ലോക് ഭവനിൽ ബോധ്യപ്പെട്ടാൽ മാത്രമേ സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകാൻ കഴിയൂ എന്നാണ് പറഞ്ഞത്. അപ്പം 2ാമത്തെ വട്ടവും ഗവർണറെ കണ്ടിട്ട് പുള്ളി സെയിം നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. 118 പേരുടെ കത്തുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാം. ഇതാണ്. ആൻഡ് ഇതിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 3 BCK, CPI, CPM ഇവരുടെ 3 പേരുടെ സപ്പോർട്ട് ഇവരുടെ കാര്യം വെള്ളിയാഴ്ച പറയാമെന്നാണ് ഇവർ ചർച്ച ചെയ്ത് പറയാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതുവരെ അവരുടെ ഭാഗത്തൊരു പ്രോപ്പർ സപ്പോർട്ടൊന്നും വന്നിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ഗവർണറുടെ ഈ ഒരു തീരുമാനത്തെ അവർ കടുത്ത രീതിയിൽ വിമർശിക്കുന്നുണ്ടായിരുന്നു. വിജയ് ഇത്രയും മെജോറിറ്റിയോടെ വിജയിച്ചതാണ്, അന്നേരം വിജയിയെ സർക്കാർ രൂപീകരിക്കാൻ സമ്മതിക്കണം എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ 3 പാർട്ടികളും വിജയിയെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 പാർട്ടികളുടെ നേതാക്കളും സ്റ്റാലിനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളതാണ്. കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയായിരുന്ന MK സ്റ്റാലിന്റെ വീട്ടിൽ ലാൽവാർപേട്ടിൽ നടക്കുകയാണ്. ഇടത് പാർട്ടികൾ CPM-ന്റെയും CPI-യുടെയും സംസ്ഥാന സെക്രട്ടറിമാരും VC
DMK അധ്യക്ഷൻ തിരുമാവളവനുമാണ് ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നത്. ഈ 3 പാർട്ടികളും ഇന്ന് രാവിലെ വളരെ വേഗം വിജയിയെ തന്നെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ TVKയെ സർക്കാർ രൂപീകരണത്തിനായി ക്ഷണിക്കണം എന്ന് ഗവർണറോട് ആവശ്യപ്പെട്ടുകൊണ്ട് പരസ്യമായി വാർത്താക്കുറിപ്പ് ഇറക്കുകയും മാധ്യമങ്ങളെ കാണുകയും ചെയ്തിരുന്നു. CPM ജനറൽ സെക്രട്ടറി MA ബേബിയും ഗവർണർ ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന സമീപനം സംശയകരമാണ് എന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്ക് 3 പേർക്കും കൂടി 6 MLA-മാരാണുള്ളത്. വിജയ്ക്ക് ഇവർ പിന്തുണ നൽകിക്കൊണ്ടുള്ളൊരു കത്ത്, പുറത്തുനിന്ന് പിന്തുണ നൽകാമെന്ന് സന്നദ്ധത പ്രകടിപ്പിച്ച് കത്ത് ലോക്ഭവനിൽ എത്തിയാൽ വിജയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഇവർ സ്റ്റാലിനുമായി ഇപ്പോൾ എന്തിനാണ് കൂടിക്കാഴ്ച നടത്തുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. AIADMKയുടെ MLA-മാർ പുതുച്ചേരിയിലെ റിസോർട്ടിൽ തുടരുകയാണ്. അവിടെയും അവരുടെ അടുത്ത നീക്കം എന്താണ് സംശയമുണ്ട്. അപ്പോൾ ഇതാണ് തമിഴ്നാട്ടിലെ ലേറ്റസ്റ്റ് വാർത്തകൾ. ഇപ്പോൾ സ്റ്റാലിൻ എന്തിനാണ് ഇവരുമായിട്ട് ചർച്ച ചെയ്യുന്നത് നോ ഐഡിയ. അതിന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിന് ന്യൂസ് പുറത്തു വരുമായിരിക്കും. മിക്കവാറും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറഞ്ഞത് കംപ്ലീറ്റ് മാറും. കാര്യം അത്തരത്തിലാണ് ട്വിസ്റ്റാണ് തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ വിജയണ്ണൻ ജയിച്ചെങ്കിലും അണ്ണൻ്റെ അവസ്ഥ ഇച്ചിരി ദയനീയാവസ്ഥയാണ്. എന്താണെങ്കിലും അണ്ണൻ CM ആവാതെ എവിടെ പോകാൻ ആവും. ഇത്രയൊക്കെ ഒപ്പിക്കാമെങ്കിൽ ഇനി അങ്ങോട്ട് ഒപ്പിക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അതുപോലെ തന്നെ തമിഴ് മക്കൾക്കും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അണ്ണൻ വിജയിക്കും, വേറെ കാര്യമൊന്നുമില്ല. കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. വേറെ വീട്ടിൽ അപ്പോൾ ശരി, ബൈ.